ഗൈസ്, ഇന്ന് നമ്മുടെ വീട് ഫുള്ള് നമ്മൾ ക്രിസ്മസ് ഡെക്കോർ ചെയ്യാൻ പോവാണ്. ഇവിടെ ചെയ്താലോ? അല്ലെങ്കിൽ വേണ്ട, സ്പേസ് പോരാ. ഇവിടെ ചെയ്താലോ? വേണ്ട. ബാത്റൂമിൽ ചെയ്താലോ? വേണ്ട. ബാൽക്കണി ചെയ്താലോ? പക്ഷെ നല്ല വെയിൽ, നമ്മൾ കറണ്ടൊക്കെ വയ്ക്കുമ്പോൾ ചീത്തയാവും, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. വേറെ സ്ഥലം പോകും. എനിക്ക് തോന്നുന്നത് ഇവിടെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ പൂള് ചെയ്തപ്പോൾ ഇവിടെ നൈസായിരുന്നു, നമുക്ക് ഇവിടെ ട്രൈ ചെയ്താലോ? ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു. നമ്മൾ പഴയ സ്റ്റുഡിയോ എല്ലാം സെറ്റ് ചെയ്തില്ലേ, ആ ക്രിസ്മസ് ട്രീയും എല്ലാ സാധനങ്ങളും എൻ്റെ വീട്ടിലായിരിക്കുന്നു. പക്ഷെ ഇവിടെ ആരും താമസമില്ല ഗൈസ്, എല്ലാവരും ഇപ്പം അവിടെ. എല്ലാം എടുത്ത് ഗൈസ്. നമുക്കില്ലേ, കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ക്രിസ്മസ് ട്രീ നമുക്ക് കാണാനില്ല, ചീത്തയായി പോയെന്ന് തോന്നുന്നത്. നമുക്കപ്പം വലിയ ക്രിസ്മസ് ട്രീ മേടിക്കാം ഗൈസ്. എൻ്റെ വീട്ടിൽ എപ്പോഴും ക്രിസ്മസ് ആണ്, കണ്ടോ? ഇത് കഴിഞ്ഞ വർഷം ഇട്ടയാ, ഇതുവരെ ക്രിസ്മസ് മാറിയില്ല. കുറച്ച് വെള്ളത്തിനെയും ബെറ്റാടിനെയും എടുക്കുക എന്നെ മൂടെ. ഇത് എൻ്റെ വീടാണ്, പക്ഷെ ഞാൻ ഇവിടെ എന്താ മാസത്തിലോ വർഷത്തിലോ ഒരു പ്രാവശ്യം വന്നുണ്ട്. അത് വീഡിയോയുടെ സാധനങ്ങൾക്ക് വേണ്ടി മാത്രം. സ്റ്റുഡിയോ ഇല്ല, നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് അങ്ങനെ കിടക്കുന്നത്. ആക്ച്വലി നമുക്കിപ്പോൾ സ്റ്റുഡിയോയുടെ ആവശ്യമുണ്ട്, പക്ഷെ ആനി മാത്രമേ നമുക്ക് അകത്ത് ഇൻഡോറിൻ്റെ സാധനങ്ങൾ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ സ്റ്റുഡിയോയിൽ അകത്തുള്ള ഷൂട്ടൊക്കെ ഭയങ്കര കുറവാണ്. നമ്മൾ സെറ്റ് ചെയ്ത ഒന്നും ആനി കണ്ടില്ല. നമുക്ക് ആനി കാണുന്നതിന് മുമ്പേ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്യാം. വെയിലും മഴയെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത്. നമ്മൾ ബാൽക്കണി ചെയ്തെങ്കിൽ മൂഞ്ചി ചെയ്യണേ, വട്ടത്തിൽ മൂഞ്ചി ചെയ്യണേ. അവിടെ നമ്മൾ കറക്റ്റ് വീട്ടിനകത്ത് ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാം സെറ്റ് ചെയ്യാം. നാളെ ക്രിസ്മസ് പപ്പ വടി. നമുക്ക് ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം, നമ്മൾ പാറകൾ സെറ്റ് ചെയ്യണം. അതാണില്ലേ പണ്ടത്തെ കാലങ്ങളിലെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ. നമ്മളാണെങ്കിൽ പാറ സെറ്റ് ചെയ്യണം. ഇങ്ങനെ ചെറുതായിട്ട് മടക്കി എടുത്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ചെറിയ മടങ്ങല്ലേ. നീല്ലേ പറഞ്ഞ വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരു സർപ്രൈസ് തരട്ടോ. കൈ തിട്ട്, കണ്ണു മൂടറാ. ഒരു കൈ മാത്രം നിട്ട്, വലുത് കൈ തിരി, കൈനെ തിരിക്കടാ. ഐ ഇങ്ങോട്ട് തിരിടാ, കൈനെ കമത്ത്. നോക്ക് നച്ചിട്ട് ഇങ്ങനെ ഇടണം, വാച്ച് പോലെ കിടക്കും, മനസ്സിലായോ? അങ്ങനെ നമ്മൾ ട്രീ എല്ലാം ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ കുറെ ട്രീ ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് ഇളക്കാം ഗൈസ്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, വലിയ ക്രിസ്മസ് ട്രീ. നമുക്ക് അത് സെറ്റ് ചെയ്യാം. ആനിച്ചേച്ചി പറഞ്ഞ സെറ്റ് ചെയ്യണം. ആനിച്ചേച്ചി കോളേജിൽ ഇറങ്ങിയായിരുന്നു. ഇതിന്റെ മണ്ടയിലുള്ള ആലോചിക്കൂ. ഞാനും ജോസ്റ്റനോട് ചെയ്യുന്നുണ്ട്. കുറെ സമയം നേട്ടാ, 10% പോലും ആയില്ല. അതിനിടെ ഞങ്ങൾ ചളന്നായി. ആനി വരുന്നതിന് മുന്നേ നമുക്ക് ഇതെല്ലാം തീർക്കണം കേട്ടാ. അങ്ങനെ നമ്മൾ ട്രീ എല്ലാം സെറ്റ് ചെയ്തു. ഇനി നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യണം. കുറച്ചുകൂടെ നീ പറഞ്ഞ ഫിനിഷ് ചെയ്യാൻ ഒന്നും ആയില്ല. പിന്നെ എന്തിനു വേർതിരിക്കണം? ഞങ്ങൾ ഭയങ്കര പണി രാവിലെ പണിയെടുത്തിട്ട് ഇത്ര രാവിലെ എന്ന് പറഞ്ഞാൽ എണീറ്റ് 2 മണിയായി. ഞാൻ വന്നാ പെട്ടെന്ന് തീരും. ചാക്ക് നിറച്ച് പഞ്ഞി. പക്ഷെ ഇങ്ങ് നോക്ക്, ഞാൻ ക്രിസ്മസ് പപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് പേപ്പർ നിറച്ച്. ഉണ്ണീഷ്
സ്വരൂപം എല്ലാം കിട്ടി. പക്ഷെ നമ്മുടെ ഒട്ടകത്തിന്റെ തല കണ്ടില്ല. ഇനി നമുക്ക് പുൽക്കൂടെല്ലാം സെറ്റ് ചെയ്തിട്ട് ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് ഓർണമെന്റ്സ് എല്ലാം ഇട്ട് കൊടുത്ത്. ഫുൾഫിൽ ആയില്ലെന്ന് തോന്നുന്നു. വലിയ ക്രിസ്മസ് ട്രീ. എത്ര ഓർണമെന്റ്സ് ഇട്ടിട്ട് അതിനകത്ത് ഫില്ല് ആവുന്നില്ല. ഇത് എത്ര മണിക്ക് തുടങ്ങിയ പരിപാടി എന്നറിയാം. നമ്മൾ വിചാരിച്ച് ആനി വരുമ്പോൾ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. ആനിയും വന്ന് ആനിയും കൂടെ ഇരുന്ന് വർക്ക് ചെയ്ത് എന്നിട്ട് തീരുന്നില്ല. അയ്യോ, അത് മാവേലി തമ്പുരാ പാട്ടല്ലേ? ഉണ്ണി പിറക്കുന്നു. ജോലി ഇരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു. ഇങ്ങനൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഇതിൽ നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ സ്വരൂപങ്ങൾ ഇവിടെ വെക്കണം. അതിനുശേഷം നമുക്ക് ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ കുറെ സ്കൈയും കുറെ സാധനങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. താഴെയും കുറച്ച് വെറൈറ്റി സാധനങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. എല്ലാം എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. പ്ലാൻ ചെയ്യുന്നുണ്ട്. ക്രിസ്മസ് എന്ന് പറയുമ്പോഴേ മഞ്ഞാണ്. ഫുൾ വീട് ഹോൾ എല്ലാം മഞ്ഞിൽ കുളിപ്പിക്കും. അതാണ് നിങ്ങൾക്ക് ഇത്രയും പഞ്ഞിയാണ്. ഇതെല്ലാം പഞ്ഞിയാണ്. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ പാന്റ് എല്ലാം റെഡിയായി. ഇനി നമുക്ക് പാപ്പയുടെ ബോഡിയോടെ സെറ്റ് ആക്കണം. നമ്മൾ പാപ്പ അവിടെ നോക്കിപ്പോയില്ലേ കടയിൽ. ഒരു പാപ്പയ്ക്ക് 10,000 12,000. നമ്മൾ 1,000 പരിപാടി എത്തിച്ചു. 1,000 അല്ല 500 ഡ്യൂ ടു സം സർക്കംസ്റ്റൻസസ്. വയറൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങിയിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ വയറൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി, സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പഞ്ഞി സെറ്റ് ചെയ്യാം. ലാസ്റ്റത്തെ ലെയർ പഞ്ഞി സെറ്റ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കേട്ടാ, 1 കിലോ പഞ്ഞിയാണോ വെയിറ്റ്, 1 കിലോ ഇരുമ്പിനാണോ വെയിറ്റ്? ആനി ചേച്ചിയുടെ അനിയൻ തന്നെ. പാപ്പയുടെ ബോഡി റെഡിയായി. ഇനി നമ്മള് ഈ താഴത്തെ പൊടിയും മുകളത്തെ പൊടിയും കൂടെ സെറ്റ് ചെയ്യണം. ഗൈസ്, നമ്മൾ അങ്ങനെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ലാസ്റ്റ് ഔട്ട് കാണിച്ചു തരാം. സാറ് തളന്നടാ, സാറ് തളന്ന്. നീ വേർത്താ? വേർത്ത്. ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്. പൊളിയല്ലേ? ഹവേഴ്സിന്റെ കഷ്ടപ്പാടെന്നറിയോ? ഞാനും വാവയും ജോയിച്ചിട്ടുണ്ട്. രാവിലെ നിൽക്കുന്നു. പിന്നെ ആനി വന്ന് ജോയിൻ ചെയ്ത് വൈകുന്നേരം കോളേജ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് എത്ര മണിക്ക്? 12 മണിക്ക്. രാവിലെ 11 മണിക്ക് തുടങ്ങി. ഞാൻ ഉറക്കെ എഴുന്നേറ്റ് നിൽക്കുന്നതായിരുന്നു. എല്ലാരും റെഡ് ബുള്ളിന്റെ പവറിൽ എല്ലാം തീർത്ത്. നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്ന അയർലൻഡിന്റെ താഴെയുള്ള മൗണ്ടെയ്ൻസും കുറച്ച് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു ട്രീസ്. അതിന്റെ മുകളിൽ മഞ്ഞ്. കഴിഞ്ഞ പ്രാവശ്യം വെച്ചതായിരുന്നു. മുന്നത്തെ പ്രാവശ്യം അതിന്റെ മുകളിൽ മഞ്ഞ്, അതിന്റെ മുകളിൽ സ്റ്റാർ. ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ അതിനുശേഷം കണ്ട മൗണ്ടെയിൻ ആണ് അത്. പാറകൾ, അവർക്ക് മനസ്സിലായി. പാറകളൊക്കെ വന്ന് ഇവിടെ നിന്ന് ഏണി, പിന്നെ ഇവിടെ ഉണ്ണീശോയും ടീംസ് എല്ലാം ഉണ്ട്. കാലിത്തൊഴുത്തിൽ പിറന്നവൾ പാറ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗൈസ് അവിടെയും കുറച്ച് തണുപ്പുണ്ട്. അവിടെയും കുറച്ച് മഞ്ഞുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മഞ്ഞുകൾ പോരാന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ മഞ്ഞുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ക്രിയേറ്റിവിറ്റി എന്തെന്ന് അറിയാമോ ഗൈസ്? ഇതിനെല്ലാത്തിനും മുകളിൽ സ്റ്റാറുകളുണ്ട്, നക്ഷത്രങ്ങൾ. കണ്ടാ? അത് ശരിക്കും പറഞ്ഞാൽ 3 സ്റ്റാറാണ് വേണ്ടിയത്. പക്ഷെ നമ്മൾ ധാരാളം സ്റ്റാറുകൾ വിട്ടു. കാരണം ഈ വീട്ടിൽ ധാരാളം സ്റ്റാറുകൾ ഉണ്ട്. പിന്നെ ഗൈസ് നമ്മൾ കുറച്ച് മലകൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒരു കുഞ്ഞു ട്രീ. അത് കഴിഞ്ഞ് നമ്മൾ ഒരു യമട്ടൻ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് ഗൈസ്. പിന്നെ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ. ഇത് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഗൈസ്. അവിടെ നമ്മൾ ഒന്ന് വിചാരിച്ചാൽ അവിടെ നമ്മൾ ക്രിയേറ്റിവിറ്റി. അപ്പൂപ്പൻ നമുക്ക് മുട്ട എല്ലാം കൊണ്ടുവന്ന്. കണ്ടോ? അത് പ്ലാസ്റ്റിക് ആണ്, ഒറിജിനൽ അല്ല. കണ്ടോ? ഇതൊക്കെ ക്രിയേറ്റിവിറ്റി. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ.
ഞാൻ ഏതോ എൻ്റെ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് മേടിച്ചാണ് ഈ സാധനം. ഇത് നമ്മളിവിടെ വേലിയായിട്ട് വെച്ച് ഞാൻ മറ്റേ രാജാവൊക്കെ പ്രസവിക്കത്തില്ല അതുപോലെ മറ്റേ വേളിയൊക്കെ വെച്ചേക്കുന്ന ആര് വരാതിരിക്കാൻ വേണ്ടിട്ട്. ആ ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ കാലത്ത് വീടുകളിൽ. ഇത് പണ്ട് കാലത്ത് എന്താണെന്നറിയാമോ? ഇത് പണ്ട് കാലത്തെ തീയാണ് ഒരു ലൈറ്റ് ബേട്ട് വെച്ചിരുന്നത്. നമ്മൾ അങ്ങനെ ലൈറ്റ് എല്ലാം പെർഫെക്ഷൻ ആണ് എല്ലാം. പക്ഷെ അത് തീയല്ല, ലൈറ്റ് കിട്ടും. എന്നാ പിടിക്കൂ ആപ്പിൾ. ഗൈസ് കുറച്ച് ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്നോ കൂടെ അടിച്ചാലാ. ഗൈസ് നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീ പുൽക്കൂട് എല്ലാം വച്ചത് ഗൈസ് വിശ്വസിക്കുന്നു. കാരണം ക്രിസ്മസ് അല്ലേ, എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യണം ഗൈസ്. അങ്ങനെയൊക്കെ അപ്പോൾ ഗൈസ് ഇതുപോലത്തെ ഇനി നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ക്രിസ്മസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ആദ്യം നിങ്ങളുടെ വീട്ടിൽ കരോളൊക്കെ വരുവാണെങ്കിൽ കമന്റ് ചെയ്യൂ ഗൈസ്. നീ എന്ത് കരോളൊക്കെ പോകും നമുക്ക് അത് ചെയ്യാം. ഇവിടെ ഇല്ലേ ഇന്ന് 1 2 3 ഇന്ന് 5-ാം തീയതി ഇതിലൂടെ ഒരു കരോൾ പോലും ഇവിടെ വന്നില്ല. അപ്പൊ നമുക്ക് ഒരു കരോള് സെറ്റ് ചെയ്യണം. അപ്പൊ ഗൈസ് നമ്മൾ ഡെക്കോർ ചെയ്ത വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ.